ഹലോ, ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ ഫാമിലി ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു. ഫാമിലി റൗണ്ട് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ജാസ്മിൻ്റെ ഫാദർ തന്നെ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉന്നയിച്ചിട്ടുണ്ട്. അഫ്സലാണ് ഞങ്ങളെ കൊണ്ടാക്കിയത്, കൂടെ ദിയാസനയും ഉണ്ട് എന്നാണ് നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇപ്പം അതിനെ പ്രതികരിച്ചിട്ട് അഫ്സൽ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് മൂപ്പരുടെ പോസ്റ്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുന്നത്. ഈ കുഴപ്പം മുഴുവനും എൻ്റെ കുടുംബത്തെ ബാധിക്കുന്നതിനാൽ ഞാൻ ബോധപൂർവം പോസ്റ്റ് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. എൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രതികരണം കൂടുതൽ ചർച്ചകളിലേക്ക് നയിക്കുകയും അനാവശ്യമായി ഇത് വലിച്ചേക്കുകയും ചെയ്യും. എന്നാൽ കാര്യങ്ങൾ പരിധിക്കപ്പുറം മോശമാവുകയും ചിലർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്നെ സൈബർ ഭീഷണിപ്പെടുത്തുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതുക, മോശമായ കഥകൾ പ്രചരിപ്പിക്കുക. 74 ദിവസങ്ങൾ പല കാരണങ്ങളാൽ ഞാൻ കഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതം പൂർണ്ണമായി നശിച്ചുവെന്നും ഒന്നും നഷ്ടപ്പെടാനില്ലെന്നും എനിക്കറിയാം. കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ പോവുകയാണെന്ന് എനിക്ക് മുൻകാല വ്യക്തതയുണ്ട്. എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എല്ലാവരും യുദ്ധത്തിലേക്ക് വലിച്ചു വെച്ചു. എന്ത് കാരണത്താലാണ്? ഞാൻ ആരെയും എയർപോർട്ടിൽ ഇറക്കിയിട്ടില്ല. ഈയിടെ ആരുമായി യാത്രയും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഉമ്മയോട് സത്യം ചെയ്യുന്നു, ഞാൻ ആരുമായി ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ നാടകത്തിൻ്റെയും ഭാഗമല്ല. ആ മത്സരാർത്ഥി വിജയിച്ചാൽ ആ സമ്മാനത്തുകയിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് വേണ്ട. അവൾ ജയിച്ചാലും അത് എനിക്ക് ഇനി എൻ്റെ നേട്ടമല്ല. എനിക്ക് എൻ്റെ ജോലിയുണ്ട്, എൻ്റെ സ്വന്തം സമ്പാദ്യമുണ്ട്. എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അതുമാത്രം മതി. 3 മാസത്തെ ഷോയിൽ സ്വന്തം ജീവിതം പണയപ്പെടുത്തി കളിക്കുന്നവർ ഗൗരവമായി. ചിലർ അങ്ങനെ ചെയ്തേക്കാം, പക്ഷെ ഞാൻ ചെയ്യില്ല. ബിഗ് ബോസിന് ശേഷം ഒരു ജീവിതമുണ്ട്, പണം മാത്രമല്ല എല്ലാം. ഇതെല്ലാം എൻ്റെ ജീവിതത്തെയും പ്രതിച്ഛായയും നശിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തത് നീക്കാത്തത് എന്ന് പലരും ചോദിച്ചു. എൻ്റെ വാക്കുകൾ മാറാത്തത് കൊണ്ട് മാത്രം. എൻ്റെ മുഴുവൻ പ്രശ്നവും മത്സരാർത്ഥിയുമായുള്ളതല്ല. നിർവചിക്കപ്പെടാത്ത വ്യക്തതയില്ലാത്ത ബന്ധവും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഞങ്ങളുടെ ബന്ധത്തെയും യഥാർത്ഥത്തെയും കുറിച്ചുള്ള സത്യവും 2 മത്സരാർത്ഥികളുടെ യാഥാർത്ഥ്യവും അറിയാൻ വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു. ഈ വിഷയം മത്സരാർത്ഥിയുടെ കളിയെ ബാധിക്കരുത്. മത്സരാർത്ഥി വേണ്ടത്ര യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പിന്തുണ നൽകുക. അവൾ എൻ്റെ വസ്ത്രം അവളുടെ ലഗേജിൽ കൊണ്ടുപോയി. കൂടാതെ അവൾ ഏകദേശം 3-ാം ആഴ്ച എൻ്റെ ഷർട്ടുകൾ അവർ തിരിച്ചയച്ചിരുന്നു. പക്ഷെ മനഃപൂർവ്വം ബിഗ് ബോസ് ടീം അവൾക്ക് എൻ്റെ വസ്ത്രമോ അനുബന്ധ ഉപകരണങ്ങളോ നൽകിയില്ല. ആ വീട്ടിൽ അവൾക്ക് ആകെയുള്ള സമ്മാനങ്ങൾ എൻ്റെ മോതിരവും വളയും ഇപ്പോൾ ആ പാണ്ടയും മാത്രമാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് നൽകിയ മറ്റൊരു സമ്മാനം അവളുടെ കട്ടിലിൽ നിങ്ങൾ എല്ലാവരും കാണുന്ന അവളുടെ ഫാമിലി ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. അതും ആദ്യ ആഴ്ചയിൽ അയച്ചിരുന്നു. പക്ഷേ വിഷു എപ്പിസോഡിൽ മാത്രമാണ് ഇത് നൽകിയത്. കാരണം അറിയില്ല. എല്ലാ സംശയങ്ങൾക്കും വ്യക്തത പ്രതീക്ഷിക്കുന്നു. അതും പറഞ്ഞ് പിന്നെ കുറച്ച് സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ സൈഡിലായിട്ട് കൊടുക്കാം. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ ഫാമിലി നല്ല പോലെ നാടകം ബിഗ് ബോസ് ഹൗസിൽ കളിച്ചിട്ടുണ്ട്. ആരെയാണ് ഈ പറ്റിക്കാൻ നോക്കുന്നത്? ഒന്നുമില്ലാത്ത ഈ അഫ്സലിൻ്റെ ജീവിതമാണ് അവരിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിൽ നിന്നും അവനെ ഒഴിയുമ്പോഴും പിന്നെയും വലിച്ചിടുന്നത് ഇവർ തന്നെയാണ്. ഇവരെ ഫാമിലി അഫ്സൽ കൊടുത്ത ടെടി, അഫ്സൽ കൊടുത്തത് എന്നും പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല. എന്നെ കൊണ്ടുവിട്ടത് അഫ്സലാണ്, നീ ടെൻഷൻ ആവേണ്ട, അതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് ബിഗ് ബോസിൽ? സ്വന്തം മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെ പണയം വെച്ച് കളിക്കേണ്ട ആവശ്യം എന്താണ്? ഇതിലെന്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്തായാലും ഇതിൻ്റെയൊക്കെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യ്. ഇതിലിപ്പോൾ എനിക്ക് നല്ല ഫേക്ക്, നല്ല അടിപൊളി നാടകം കളിച്ചു എന്ന് മാത്രമേ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. എന്തായാലും ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനൊക്കെ വലിയൊരു ചോദ്യം തന്നെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ജാസ്മിൻ പുറത്ത് വന്നൊക്കെ അറിയുമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടട്ടാ.